എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്? അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്ന എനിക്ക് പ്രാന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റി എന്ന് പറയും. പക്ഷെ അത് ഇന്നേവരാരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അത് ഭർത്താവിൻ്റെ അമ്മയെന്ന് വിളിച്ച അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താണെന്നൊക്കെ ചോദിക്കുന്നത് എവിടുത്തെ സംസ്കാരമാണെന്ന് എനിക്കറിയത്തില്ല. ഭർത്താവിൻ്റെ അമ്മയായും അച്ഛനായും സഹോദരങ്ങളായിട്ടും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാരണവന്മാർ നമ്മളെ അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭർത്താവിനോടും പറയും നമ്മുടെ അനുജത്തിമാർ, അതായത് കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ അനിയത്തിമാരായിട്ടും അനിയന്മാരായിട്ടും കാണണം. കാരണം ഈ രണ്ട് കുടുംബങ്ങളും ഒന്നാവുകയാണ്. ഇവിടെ ഒരു പെൺകുട്ടിക്ക് മറ്റൊരു വീടും അവിടുത്തെ ആൾക്കാരെയും ഒക്കെ സഹോദരങ്ങളായിട്ടും അച്ഛനായും അമ്മയായും ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ പുരുഷനും അങ്ങനെ തന്നെ മറ്റൊരമ്മയും ഒരച്ഛനും സഹോദരങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ ഒരു ആവശ്യം വരുമ്പോൾ, ഒരു കാര്യം വരുമ്പോൾ ഭർത്താവ് ഓടി നടന്ന് ചെയ്യുക, ഒരു മോനെ പോലെ മോൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് ചെയ്യുക. അതുപോലെ തന്നെ ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ ആ വീട്ടിലെ മൂത്ത കുട്ടി ചെയ്യുന്ന പോലെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുക ചെന്ന് കയറുന്ന പെൺകുട്ടികൾ. അതൊക്കെയാണ് പണ്ട് മുതലേ നടന്നു വരുന്ന കാര്യങ്ങൾ. ഇന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ ചില വീടുകളിൽ മാത്രം ചില പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ട്. എല്ലാ വീടുകളിലും ഇല്ല, ചില വീടുകളിൽ. അത് ഈ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. പുതിയ പെൺകുട്ടിയെ പൊരുത്തപ്പെടാൻ പറ്റാത്ത അമ്മായിയമ്മയും, അതുപോലെ അമ്മായിയമ്മയും വീട്ടുകാരെയും പൊരുത്തപ്പെടാൻ പറ്റാത്ത മരുമകളും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. എന്നാൽ യാതൊരു പ്രോബ്ലവും ഇല്ലാതെ ചെന്ന് കയറുന്ന വീട് സ്വന്തം വീടായിട്ട് കാണുന്ന മരുമകനാണേലും മരുമകളാണേലും കാണുന്ന, അതുപോലെ നോക്കി നടത്തുന്ന ഒരുപാട് പേരുള്ള നാടാണ് നമ്മുടേത്. ഒത്തിരി പേര് അങ്ങനെ നമുക്ക് തന്നെ നേരിട്ടറിയാം. പക്ഷേ ഇവിടെ ദിയാകൃഷ്ണ പറയുന്നത്, എനിക്ക് അമ്മയെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ മരുതൻകുഴിയോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. മരുതൻകുഴിയിൽ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ആളിരിപ്പുണ്ട്, അതാണ് എൻ്റെ അമ്മ എന്നാണ് ദിയാകൃഷ്ണ പറയുന്നത്. എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്? അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ അപ്പം ഈ സ്വന്തം ഭർത്താവ്, അതായത് നമ്മളെ താലി കെട്ടി നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കഴിയേണ്ട ഒരാൾ, ആ ആളുടെ അച്ഛനെ അമ്മയാണ് ഈ പറയുന്നത്. വഴിയെ പോകുന്ന ആരെയും അമ്മയും എന്ന് വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് വഴിയെ പോകുന്നവരാകുന്നത്? അപ്പോൾ ദിയാകൃഷ്ണയുടെ വീട്ടിൽ വന്നതിന് ശേഷം ദിയയുടെ ഭർത്താവ് ഇങ്ങനെ ചിന്തിച്ചാൽ മതിയോ? ഈ സിന്ധു കൃഷ്ണകുമാരും വഴിയെ പോകുന്നവരാണെന്ന് ഈ പയ്യൻ, ഈ ദിയയുടെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ദിയ അത് അക്സെപ്റ്റ് ചെയ്യുമോ? കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും വഴിയെ പോയവരാണ്, അവർക്ക് ബഹുമാനം കൊടുക്കാതെ അല്ലെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനം കൊടുക്കാതെ ആ പയ്യൻ പെരുമാറിയാൽ ദിയയ്ക്ക് വേദനിക്കത്തില്ല? ഇപ്പം ദിയയുടെ ഈ ഒരു വാക്കുകൾ തന്നെ ഈ ദിയയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എത്രത്തോളം വിഷമങ്ങൾ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ചിലർ പറയില്ല. മകൻ്റെ കുടുംബം തകരാതിരിക്കാൻ, ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പല അച്ഛനും അമ്മമാരും പലതും സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ദിയയുടെ ഈ ഒരു കാഴ്ചപ്പാടിനോട് ഒട്ടും നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല. കാരണം ദിയ പറയുന്ന വാക്കുകൾ അത്രയും അഹങ്കാരത്തോടു കൂടിയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും ഇനി അമ്മ അച്ഛൻ എന്ന് വിളിക്കാൻ പറ്റാത്തവർ ആൻറ്റി അങ്കിളും, ദിയ പറയുന്ന പോലെ തന്നെ ആൻറ്റിയും അങ്കിളും എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ വഴിയെ പോയവരെയൊക്കെ കയറി അച്ഛൻ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എന്ന് വെച്ചാൽ അത് അവർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭർത്താവിന് തന്നെ നെഞ്ചിക്കൊള്ളും. അങ്ങനെ കൊള്ളുന്നുണ്ടാവും, പക്ഷെ പുള്ളി പലതും മറക്കുന്നതായിരിക്കും. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റി എന്ന് പറയും. പക്ഷെ അത് ഇന്നേവരാരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനെ കൊണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചോളൂ. അപ്പൊ അതേപോലെ തന്നെ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. ഇതിൽ കൂടുതലും കമൻസ് ഇടുന്നവർക്കുള്ള മറുപടിയാണ് കേട്ടോ. ആ കമൻസ് പറഞ്ഞിട്ടുണ്ടാവും, എന്തുകൊണ്ട് അച്ഛനോട് ചോദിക്കുന്നില്ല, ഇനി നിങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയുണ്ട്, അവരെ പോയി വിളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയി വിളിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ വീഡിയോ കാണുന്നവരെ എന്ത് പുച്ഛത്തോടെയാണ് ഇവർ സംസാരിക്കുന്നത്, കാണുന്നത്. ഈ നമ്മുടെ വ്യൂവേഴ്സ് അവരില്ലെങ്കിൽ നമ്മളില്ല. ഈ വീഡിയോ ചെയ്യുന്നതിന് ആരാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്, ഈ വീഡിയോ കാണാൻ ആളില്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് എന്ത് മൂല്യമാണ് ഇവിടെ ഉള്ളത്, എന്താണുള്ളത്? ഇപ്പം ഞാനാണെങ്കിലും ഇടുന്നൊരു വീഡിയോയ്ക്ക് കുറച്ച് പേരെങ്കിലും കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മളുള്ളൂ.
നമ്മൾ ഉള്ളൂ. അത് ചിന്തിക്കാതെയാണ് ദിയ ഈ കിടന്നിങ്ങനെ പറയുന്നത്. കമൻറ്റ്സ് ഇടുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ടിട്ടാണ് അവരുടെ വീഡിയോ ഇത്രയധികം വ്യൂസ് വരുന്നതും അതിൽ നിന്ന് അവർക്ക് നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഏണിങ്സ് ഉണ്ടാവാനായിട്ടുള്ള കാരണം അവരുടെ വീഡിയോ ഈ സമയമില്ലാത്ത സമയത്ത് കുത്തിയിരുന്ന് കാണുന്ന നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ട് അതിൽ പോയി വിമർശനങ്ങളായിക്കോട്ടെ സപ്പോർട്ടായിക്കോട്ടെ ഈ കമൻ്റ് ഇടുന്നവരെയാണ് യാതൊരു വിലയുമില്ലാതെ പട്ടിക്ക് തരുന്ന വില പോലും ഇല്ലാതെ ഇപ്പോൾ അവർ വിമർശിച്ചിട്ടുള്ളത്. ഇപ്പം ഞാനൊക്കെ ഇടുന്ന വീഡിയോയ്ക്ക് ഒരുപാട് പേരാണ് മോശം കമൻ്റ് ഇടുന്നതും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇത്രയധികം സപ്പോർട്ട് കൊടുത്ത ആൾക്കാരെയൊക്കെ പുച്ഛത്തോടെ പട്ടിക്ക് പോലും വിലയില്ലാത്ത പട്ടിയുടെ വില പോലും തരാതെ ഇവരുടെ വീഡിയോ ഇനി കാണണോ വേണ്ടായോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ഇത്രയും ചർച്ചയാവാനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ കേരളത്തിലെ സംസ്കാരം വെച്ചിട്ട് നമ്മൾ പ്രായമായവരെ കാണുമ്പോൾ നമ്മൾ അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത്. നല്ല പ്രായം നമ്മുടെ അച്ഛനും അല്ലെങ്കിൽ നമ്മുടെ അമ്മയെക്കാട്ടിലും പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ അമ്മ അച്ഛ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതിപ്പോൾ രക്തബന്ധം ഉണ്ടാവണം എന്നൊന്നുമില്ല. നമ്മൾ അമ്മയെ അച്ഛ എന്ന് വിളിക്കുക എന്ന് കരുതിയിട്ട് നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, നമ്മളെ പ്രസവിച്ച അമ്മ, നമ്മൾക്ക് ജന്മം നൽകിയ അച്ഛൻ, ഇവരൊക്കെ ആരും അല്ലാണ്ടായി പോവുമോ? ഇവരുടെ സ്ഥാനമില്ലാണ്ടായി പോവുമോ? ഇത്രയും പഠിപ്പും ഒക്കെ ഉള്ള ഒരാൾ അവരുടെ വായിൽ നിന്നും വന്ന ഈ ഒരു വിവരക്കേട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇനി അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ദിയക്ക് ആൻറ്റീന്നോ അങ്കിളെന്നോ ഇനി ഒന്നും വിളിച്ചില്ലെങ്കിൽ ഇനി എന്തൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാലും എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പോൾ ആ പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്ന എനിക്ക് പ്രാന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനെ കൊണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചാൽ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചോളൂ. അപ്പൊ അതേപോലെ തന്നെ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ.